പ്രമുഖ യുവനായിക നടി അനശ്വര രാജനും സംവിധായകൻ ദിബു കരുണാകരനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, വാഗ്വാദങ്ങളെല്ലാം കഴിഞ്ഞ കുറച്ചു ദിവസമായി ചാനലും യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. ആര് പറയുന്നതാണ് സത്യം? ദിബുവോ അതോ അനശ്വരയോ? യഥാർത്ഥ സത്യം എന്താണെന്ന് ഇരുവരും തുറന്നു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല എന്ന് പറയുന്നവരുണ്ട്. യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയുന്നവരുണ്ട്. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ സിനിമ പേര് കൊള്ളാം അല്ലേ? ആ സിനിമയെക്കുറിച്ചാണ് വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. വിവാദങ്ങൾ എന്ന് പറഞ്ഞാലോ, നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അത് അനശ്വര രാജൻ കാരണമാണ് ഈ സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാത്തത് എന്ന് ദിബു കരുണാകരൻ പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല, ഇതിൻ്റെ വേണ്ടി റിലീസിന് വേണ്ടി ഒരു പ്രൊമോഷനിലും ആ നടി പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അതിനെ എണ്ണിച്ചുകൊണ്ടാണ് ഞങ്ങൾ പല കാര്യങ്ങളും പറഞ്ഞത്. കാരണം ഒരു നടിയോ നടനോ പ്രൊമോഷന് പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സിനിമ തിയേറ്ററിൽ പ്രദർശിപ്പിക്കാതിരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും. അത് മണ്ടത്തരമായിരിക്കും. വെറും മണ്ടത്തരമല്ല, ആന മുണ്ടത്തരമായിരിക്കും ഇല്ലേ? അപ്പോൾ പറഞ്ഞെന്താ, അഗ്രിമെൻ്റ് പ്രകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ, വാക്കുലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ, നിയമലംഘനം നടത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തെല്ലാം സോഴ്സ് കൂടെയുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നായിക നടിക്കൊരു സംഘടനയുണ്ട്, അമ്മ. ദിബുവിനൊരു സംഘടനയുണ്ട്, പെഫ്ക, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ. ഇതൊക്കെ സംഘടന ഉണ്ട് ഇവിടെ. അവർക്കൊരു പരാതി കൊടുത്താൽ അവരന്വേഷിക്കും എന്നെല്ലാം ഞങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പം എന്താ പുതിയ കാര്യം? എന്താ? അനശ്വര രാജൻ വളരെ ക്ലിയറായി, വളരെ വ്യക്തമായി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു, ഒരു മറയുമില്ലാതെ. എന്താ പറഞ്ഞത്? ഇത് ഞാനെന്ന യുവ നടിയെ ഇല്ലാതാക്കാൻ വേണ്ടി ടാർഗറ്റ് ചെയ്തൊരു പരിപാടിയാണ്. അല്ലെങ്കിൽ ഈ സിനിമയിൽ സഹകരിച്ച എത്രയോ പേരുണ്ട്, നിസ്സഹകരിച്ച എത്രയോ പേരുണ്ട്. അവരുടെ ആരുടെയും പേര് പറയാതെ എന്നെ മാത്രം, എൻ്റെ കുറ്റങ്ങൾ മാത്രം എടുത്തെടുത്ത് പറഞ്ഞിട്ടാണ് എന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതുവഴി എൻ്റെ കരിയർ നശിപ്പിക്കാനുള്ള ശ്രമവും നടത്തിയിരിക്കുക. എന്താണ് യഥാർത്ഥ സത്യാവസ്ഥ? ഈ സിനിമ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചതാണ് എന്ന് അനശ്വര പറയുന്നു. അപ്പോൾ ഒരു വർഷം മുമ്പ്, എന്താ 10 മാസം മുമ്പ് നമുക്ക് പറയാം ഏകദേശം അല്ലേ? 10 മാസം മുമ്പ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിന് ഗുണകരമായ രീതിയിൽ ഓൺലൈൻ ഒരേ ഒരാൾ മാത്രം, നടി ആയ അനശ്വരയാണ് ഓൺലൈൻ ഇതിന് ഇൻ്റർവ്യൂ കൊടുത്ത് ഇത് പ്രൊമോഷൻ കൊടുത്ത് എന്ന് വളരെ വ്യക്തമായിട്ട് ഈ നടി പറഞ്ഞിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ അത് കഴിഞ്ഞു, പറഞ്ഞ ഡേറ്റിന് സിനിമ റിലീസ് ചെയ്തിട്ടില്ല. റിലീസ് ചെയ്യാതായപ്പോൾ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ചില പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടേ റിലീസ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പ്രശ്നങ്ങൾ പരിഹരിച്ച് എന്നാണ് റിലീസ് ചെയ്യുന്നത് ഇക്കാര്യമൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി അനശ്വര പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല, താൻ അഭിനയിച്ച സിനിമകളുടെ പ്രൊമോഷന് വേണ്ടി ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സിനിമ എനിക്ക് വിലപ്പെട്ടതാണ്, ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ ആ സിനിമ വിജയിക്കേണ്ടത്, മാക്സിമം പബ്ലിസിറ്റി കൊടുക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമാണ്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എല്ലായിടത്തും നോക്കണം. ഇല്ല, അങ്ങനെയൊന്നും ചെയ്യാതെ പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ എൻ്റെ ഷെയർ കൊടുത്തിട്ടുണ്ട്, സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കാണാതെയാണോ അതോ കണ്ടിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടിയാണോ ഇങ്ങനെ ചെയ്തത് എന്ന് അനശ്വര ചോദിക്കുകയാണ്. വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞു. സാമ്പത്തികത്തിൻ്റെ പ്രശ്നം എന്നെ സംബന്ധിച്ച് വളരെ വേദന തോന്നിയത്, ഞാൻ സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കടും പിടുത്തം പിടിച്ച് അതല്ലെങ്കിൽ കാശ് വെക്കടാ എന്ന് പറഞ്ഞ് കാശ് മേടിച്ച് ബാഗിൽ വെച്ചുകൊണ്ടാണ് അഭിനയിക്കാൻ ഇറങ്ങിയത് എന്ന രീതിയിലാണ് സംസാരം വന്നിരിക്കുന്നത്. അങ്ങനെ അല്ല, ഈ സംവിധായകൻ തന്നെ പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അത് വകവയ്ക്കാതെ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. എന്നാൽ മറ്റു ചിലരൊക്കെ പണം കൊടുത്തിട്ട് മാത്രമേ അഭിനയിക്കാൻ ഇറങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞവരുമുണ്ടെന്ന് ആലോചിക്കണം. അത് ഈ സംവിധാനം എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരുടെ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാനിങ്ങനെ കടുംപിടുത്തം പിടുത്താത്തൊരു സിനിമയല്ലേ, അത് പൂർത്തിയാകട്ടെ എന്നാൽ അത്രയൊക്കെ ചെയ്തിട്ട് പോലും എന്നെ എന്തിനാണ് വലിച്ചിഴച്ചത്?
അത് മറ്റാർക്കോ വേണ്ടിയാണോ, അത് എൻ്റെ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയാണോ എന്ന് ആലോചിക്കേണ്ടതല്ലേ? ഇനി ഇങ്ങനെ പോകുകയാണെങ്കിൽ, ഇങ്ങനെ അനാവശ്യമായിട്ട് എന്നെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് നശിപ്പിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞാനും കൂടുതൽ പ്രതികരിക്കും. ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ സംഘടനയിൽ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതെൻ്റെ സംഘടനയ്ക്ക് കൊടുത്ത പരാതിയാണ്. അത് വിട്ട് വീണ്ടും വീണ്ടും എൻ്റെ പുറകെ നടന്നുകൊണ്ട് എന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ്, എന്നെ മോശക്കാരിയാക്കാനുള്ള ശ്രമമാണ് സംവിധാനം നടത്തുമെങ്കിൽ ഞാൻ മറ്റു ചില നിയമവശങ്ങളുമായിട്ട് പോകേണ്ട കാര്യം ആലോചിച്ചേക്കാം. അതൊന്നും ഇടവരുത്തരുത്. കാരണം സിനിമ എല്ലാവരും കൂടി കൂട്ടായി എടുക്കുന്ന ഒരു ജോലിയാണെന്ന് ആലോചിക്കണം. അവിടെ എല്ലാവരും ശ്രമിച്ചാൽ മാത്രമേ ഒരു സിനിമ വിജയിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇനിയിപ്പോൾ എന്താണ് റിലീസ് ചെയ്യാൻ പോകുന്നത് എന്ന് എന്നെ അറിയിച്ചിട്ടില്ല. അങ്ങനെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇനിയും ഈ സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ഭാഗത്തുള്ള പ്രൊമോഷൻ ഉണ്ടായിരിക്കുമെന്ന് അടിവരയിട്ടുകൊണ്ട് തന്നെ അനുശ്വരാജൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ആരെങ്കിലും നമുക്ക് ചെറിയ ഇഷ്ടക്കേടായിരിക്കാം, നമ്മൾ പിണങ്ങാനും ഇണങ്ങാനും ചില കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ വളരെ ചെറുപ്പമായ 10-24 വയസ്സ് മാത്രമുള്ള ആ 24 വയസ്സിനിടയ്ക്ക് കുറേ നല്ല പടങ്ങളിൽ അഭിനയിച്ച് പേരെടുത്തൊരു യുവ നടിയെ ഇത്ര പെട്ടെന്ന് വാനിഷ് ചെയ്യുന്ന തരത്തിൽ ഒരു സംവിധായകൻ ദിബു കരുണാകരൻ എടുത്ത സിനിമകൾ കുഴപ്പമില്ലാത്ത സിനിമകൾ തന്നെയാണ്, സിനിമ എടുക്കാൻ അറിയാം. അങ്ങനെയുള്ള ദിബു കരുണാകരൻ ഈ അനുശ്വരാജനെ ഇല്ലാതാക്കാൻ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ സത്യാവസ്ഥ നമുക്കറിഞ്ഞിരിക്കണം. ഇനി അനുശ്വരാജൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി എന്താണെന്ന് ദിബു കരുണാകരൻ പറയണം. ഇതിന് സാക്ഷികൾ ഉണ്ടായിരിക്കും. ഇതൊരു രഹസ്യമുറിയിൽ നിന്ന് രണ്ടുപേരും മാത്രം സംസാരിച്ച കാര്യമാണോ? തെറ്റിദ്ധരിക്കരുത് പറയുമ്പോൾ, ഒരു മുറിയിൽ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് പലരും തെറ്റിദ്ധരിക്കാം. തെറ്റിദ്ധാരണയല്ല, ഇതൊക്കെ സംസാരിക്കുമ്പോൾ സെറ്റിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പം പറയും. യൂണിറ്റിൽ എല്ലാവരും അറിയും. കാരണം ഞാൻ ഈ രംഗത്ത് കുറേ വർഷം പ്രവർത്തിച്ചിട്ട് അവിടെ നിന്ന് ന്യൂസ് വാർത്തകൾ മേടിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും വാർത്തകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ വാർത്തകളൊന്നും ഒരു രഹസ്യമല്ല എന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു അന്വേഷണം വേണ്ടേ? അന്വേഷണം വേണം. തീർച്ചയായിട്ടും ദിബു കരുണാകരൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളതെങ്കിൽ അതൊരു നടപടി വേണ്ടേ? നടപടി വേണം. അല്ലെങ്കിൽ ഇനിയും ഇത്തരം സംഭവങ്ങളുണ്ടായിരിക്കും. അല്ല, എല്ലുമൂപ്പുള്ള ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുമോ? പറയില്ല. അത് എല്ലുമൂപ്പ് കുറഞ്ഞു നിർത്തൽ, മോശം നിർത്തലല്ല ഉപയോഗിക്കുന്നത്. ഇങ്ങനെ പുതിയതായി വരുന്ന നായക നടിമാരെക്കുറിച്ച് എന്തിൻ്റെ പേരിലായാലും ശരി ഇത്രയും ഹരാസ് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. കേസിന് പോകാം, പരാതി കൊടുക്കാം, ബഹളമുണ്ടാക്കാം. ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെ ഞങ്ങൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അനുശ്വരയോട് പറഞ്ഞെന്താ, നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ പരാതി കൊടുക്കൂ. അത് അവർ ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് ആലോചിക്കണം. പിന്നെ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് നമുക്ക് പ്രത്യേകിച്ച് സ്ത്രീ എന്ന പരിഗണന കൊടുക്കണ്ട എന്ന് അനശ്വര പറഞ്ഞപ്പോൾ തന്നെ അവരുടെ ക്യാരക്ടർ മനസ്സിലായി. എൻ്റെ കഴിവിനനുസരിച്ചുള്ള പരിഗണന മതി, ഞാൻ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ പരിഗണന മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ എന്നതിൽ ഒരു പരിഗണനയും വേണ്ട, ആർട്ടിസ്റ്റ് എന്നതിൽ പരിഗണന മതി. പക്ഷേ പറഞ്ഞു കേൾക്കുന്നു. ഇവർ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം എന്താണ് എനിക്കറിയില്ല, നിങ്ങൾക്കറിയില്ല. എന്ന് എനിക്കറിയോ എന്ന് ചോദിച്ചാൽ തെളിവില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ല. അവർക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. അത് അവർ തന്നെ പരിഹരിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അവർ തന്നെ തുറന്നു പറയേണ്ടതാണ്. പക്ഷേ അളമുട്ടിയാൽ കടിക്കുമെന്ന് പറഞ്ഞ പോലെ ഗതി കെട്ടാൽ എന്താണ് യഥാർത്ഥ സംഭവമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഈ യുവ നടി അനുശ്വരാജൻ തുറന്നു പറയും എന്ന് തന്നെയാണ് അവരുമായി ബന്ധപ്പെട്ട ചിലരൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചോദിക്കും, അനുശ്വര പൊട്ടിക്കാൻ പോകുന്ന ബോംബ് എന്തായിരിക്കും? ആ ബോംബിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.